നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഫിസിക്സ് സെന്റൻസിൽ നമ്മൾ 5ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷന്റെ ബാക്കിയുള്ള ടോപ്പിക്സ് ആണ്. കുറേയേറെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. 2 ബോഡീസ് ഓഫ് ഈക്വൽ മാസസ്. ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് അതൊരു കീവേഡ് ആണ്. Revolve in circular orbits of radii r1 and r2. That is also important. With the same period, time period same ആണ്. അങ്ങനെയാണെങ്കിൽ their centripetal forces are in the ratio. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മള് പല രീതിയിൽ ഇതിനെ ട്വിസ്റ്റ് ചെയ്തൊക്കെ പഠിക്കാം. സെൻട്രിപിറ്റൽ ഫോഴ്സ് നമുക്ക് അറിയാവുന്ന പെട്ടെന്ന് ഇക്വേഷൻ F=mv²/r. നമ്മൾ കഴിഞ്ഞ ദിവസം വേറെ ഇക്വേഷൻ പഠിച്ചു F=mr⍵². അവിടെ ഒമേഗയ്ക്ക് വരെ നമ്മൾ 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെയും ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ടൈം പീരീഡ് ഒക്കെ തന്നാൽ അതിനെ നമുക്ക് വേറെ രീതി ചെയ്യാം. F=mr⍵² നമുക്കറിയാം. ഒമേഗ എന്ന് പറയുന്നത് 2π/t എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു ഒമേഗയ്ക്ക് വരെ 2π/t കൊടുക്കാം. ഒരു F=mr²/2π/t². ഇവിടെ 2 ബോഡീസ് ഉണ്ട്. ഒരു ബോഡിയുടെ ഫോഴ്സ് ഞാൻ F1 ആയിട്ട് എടുക്കുന്നു. അവിടെ ഈക്വൽ മാസ് ആൻഡ് M1, അവിടുത്തെ റേഡിയസ് ആയതിന്റെ R1, 2π/ സെയിം പീരീഡ് ആയതുകൊണ്ട് 2π/t². അങ്ങനെയാണെങ്കിൽ റേഷ്യോ സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലേ നമുക്ക് വേണ്ടേ. F2 എങ്ങനെ എഴുതാം? mr2 2π/t². F1/F2 എന്ന് പറയുമ്പോൾ m ക്യാൻസൽ 2π/t² എല്ലാം ക്യാൻസൽ. F1/F2 r1/r2. F1/F2 എന്ന് പറയുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ റേഷ്യോയ്ക്ക് ഉത്തരം ഏതാണ്? r1/r2. ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. F=mv²/r എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതുക. F=mr⍵² എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതുക. എന്നിട്ട് അവിടെ ω=2π/t എന്ന് പറയുന്നത് ടൈം പീരീഡ് വന്നുള്ള ഇക്വേഷൻ. പിന്നെ നമുക്കറിയാവുന്ന ω=2πf. ഈ 2 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ക്ലിയർ ആയി? ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. അടുത്ത പ്രോബ്ലം. The next question. 2 masses m and m2 are joined together. ഇതിനകത്ത് ഒരു ഫിഗർ ഉണ്ട്. PDF നോട്ട്സ് നിങ്ങൾക്ക് ആ ഫിഗർ കാണാം. ഫിഗർ വരച്ചിട്ടില്ല, അതെല്ലാം തന്നെ ചെയ്യാം. m ഉം m2 2 മാസും joined together ആണ്. By means of light inextensible string passed over a frictionless pulley. പുള്ളിയാണ് ഇവിടുത്തെ കീവേഡ്. കാരണം പുള്ളിക്ക് വേണ്ടി ഒരു ഇക്വേഷൻ. When the bigger mass is released, വലിയ മാസ് റിലീസ് ചെയ്യുന്നു, the smaller one will ascend with an acceleration of. എത്രയാണ് അതിന്റെ ആക്സലറേഷൻ? ഓപ്ഷൻ g/3, 3g/2, g/2g. അതിനകത്ത് നമുക്ക് പുള്ളിക്കുള്ള ഇക്വേഷൻ ഉണ്ട്. നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാത്തവർ പഠിച്ചോണം. A=m1 - m2 into g by m1 plus m2. അവിടെ m1 ന് പകരം നമുക്ക് ആദ്യത്തെ m കൊടുക്കാം, m2 ന് പകരം നമുക്ക് m/2 കൊടുക്കാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. m1 ന് പകരം നമ്മൾ ക്യാപിറ്റൽ M കൊടുത്തു, m2 ന് പകരം നമ്മൾ m/2 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ. A=m - m/2 into g by m plus m/2. A=m - m/2 into g by m plus m/2 എന്ന് പറഞ്ഞാൽ 3/2 into m. m 2 into l ക്യാൻസൽ ആവും. A=g/3. ഇവിടെ എൻട്രൻസിന് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പറയുന്നില്ല, NCERT-ക്കകത്ത് വേണ്ട എല്ലാ ഇക്വേഷൻ വേണം. യഥാർത്ഥത്തിൽ പുള്ളിയുടെ കേസ് യഥാർത്ഥത്തിൽ പല സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് NCERT-ക്കകത്ത് അല്ല, നമ്മുടെ സിലബസിന്റെ പോർഷൻസിനകത്ത് വരുന്നില്ല. യഥാർത്ഥത്തിൽ പണ്ടത്തെ വെച്ച് ടീച്ചർമാർ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ എൻട്രൻസിന് ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. A=m1 - m2 into g by m1 plus m2. അങ്ങോട്ട് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിന്റെ ഫിഗർ ഒക്കെ ഉണ്ട്. ഫിഗർ ഇല്ലാതെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൂടെ പ്രൂഫാണ്. അടുത്ത ക്വസ്റ്റ്യൻ നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എളുപ്പമാണ് അല്ല. 2 forces of 5 Newton and 12 Newton simultaneously act on a particle. The net force on a particle is 17 Newton only, 12 Newton, 13 Newton, between 7 Newton and 17 Newton. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രേറ്റർ റിസൾട്ടന്റ്. അങ്ങനെ നമ്മൾ രണ്ടായിട്ടാണ് ഇങ്ങനെയുള്ള കേസ് എടുക്കുന്നത്. ഗ്രേറ്റർ റിസൾട്ടന്റും ലീസ്റ്റ് റിസൾട്ടന്റും. ഗ്രേറ്റർ റിസൾട്ട് എന്ന് പറയുന്നത് R=P+Q. എഴുതിയൊരു ഇക്വേഷൻ ബോക്സിനകത്ത് ആക്കുക. ഗ്രേറ്റർ റിസൾട്ട് എന്ന് പറയുന്നത് R=P+Q ഉം ലീസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് R=P-Q ആണ്. അങ്ങനെയാണെങ്കിൽ R=P+Q. ഗ്രേറ്റർ റിസൾട്ട് ഒരെണ്ണം 12 ഒരെണ്ണം 5 ആയിട്ട് എടുത്താൽ മതി. വലുത് 12 ചെറുത് 5. 12 + 5 R=17 Newton. ലീസ്റ്റ് റിസൾട്ട് ആ ഒരു ഇത് കിട്ടുന്ന വേരിയേഷൻ നമുക്ക് കിട്ടണമല്ലോ. R=P-Q. R=12 - 5.
R is equal to 7 Newton. Answer between 7 Newton and 7 Newton. Answer option 4 is the answer. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ മാത്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് കയറി വരും, ഈ ഉത്തരത്തിലേക്ക് കയറി വരും. ആ ഒരു ഉത്തരവല്ല, ഇതാണ് കറക്റ്റ്. ഇത് പലപ്പോഴും ചോയ്സ് ആയിട്ട് നമ്മൾ എടുക്കാറില്ല. ബിറ്റ്വീൻ 7 Newton and 7 Newton. അറിഞ്ഞിരിക്കണം, ഗ്രേറ്റർ റിസൾട്ടന്റ് ആണെങ്കിൽ R is equal to P plus Q, ലീസ്റ്റ് റിസൾട്ടന്റ് ആണെങ്കിൽ R is equal to P minus Q. അത്രേ ഉള്ളൂ, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ ഗംഭീര ഒരു ക്വസ്റ്റ്യൻ എൻട്രൻസുകൾക്ക്. എൻട്രൻസിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. സെയിം ഫോഴ്സസ് ആക്ട് ഓൺ ടു ബോഡീസ് ഓഫ് ഡിഫറെന്റ് മാസസ് 3 kilogram and 5 kilogram. ഇതൊരു കീവേഡ് തന്നെ. ഇനീഷ്യലി അറ്റ് റെസ്റ്റ്, ദിസ് ഈസ് ദി മെയിൻ കീവേഡ്. ഇനീഷ്യലി അറ്റ് റെസ്റ്റ് മീൻസ് U is equal to 0. The ratio of times, ratio എന്ന് പറഞ്ഞാൽ T1/T2 required to acquire same final velocity is 5:3, 25:9, 9:25, 3:5. V is equal to U plus 8 ആണ് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ. നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, F is equal to ma, അതിന് A is equal to F by M. U 0 ആണ്, ഇനീഷ്യലി അറ്റ് റെസ്റ്റ് U is equal to 0. ഞാൻ ആദ്യത്തെ ആക്സിലറേഷൻ A1 എന്ന് എടുക്കുന്നു. സെയിം ഫോഴ്സ് ആയതുകൊണ്ട് F by ആദ്യത്തെ മാസ് M ന് പകരം ഞാൻ 3 എന്ന് കൊടുക്കുന്നു. A1 is equal to F by 3 ആണെങ്കിൽ A2 is equal to അടുത്ത് കൊടുക്കുക F by 5. അങ്ങനെയാണെങ്കിൽ V is equal to U plus 8 ആണെങ്കിൽ V is equal to U 0 ആണ്, ബാക്കി വരും A1 T1. V is equal അടുത്ത് A2 T2. അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് വരും? A1 T1 is equal to A2 T2. A1 ന് വരെ നമുക്ക് കൊടുക്കാം F by 3 T1 is equal to A2 ന് വരെ F by 5 T2. T1 by T2 is equal to F by 5 by F by 3. മുകളിലോട്ട് പോകുമ്പോൾ T1 by T2 is equal to F ക്യാൻസൽ ആയി 3 by 5. 3 by 5 എന്ന റേഷ്യോ എഴുതാം. T1 by T2 is equal to 3:5. That is answer 4 is the answer. ഇത് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേണേ അല്ല. ടൈംസിന്റെ റേഷ്യോ ഇരിക്കുക, ഇതൊന്നും നമ്മൾ എൻസിആർടിക്കകത്തൊക്കെ വളരെ അപൂർവമായിട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ. കാരണം ഇതൊക്കെ ചൂസ് ചെയ്ത് വേണം നമ്മൾ നന്നായിട്ട് പഠിക്കാൻ. ടൈംസിന്റെ റേഷ്യോ ആകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെ ഓർത്ത് വെക്കണം. കുറെ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. ഫിസിക്സ് നിങ്ങൾ വിചാരിക്കും വേറെ മാത്സും കെമിസ്ട്രിയും പോലെ പെട്ടെന്ന് ചറവറ ചാപ്റ്റർ ചെയ്ത് പോകാൻ പറ്റൂല. ആദ്യത്തെ 5-6 ചാപ്റ്ററൊക്കെ നല്ല കിഡിലനായിട്ട് 6-7 ചാപ്റ്റർ കിഡിലനായിട്ട് പോകത്തുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു വെയിൽ അങ്ങ് പ്ലസ് 1 തീരും. പ്ലസ് 2 ആദ്യം കുറച്ച് ഇതായി കഴിഞ്ഞു, പിന്നെ അതിന്റെ വെയിൽ നിങ്ങൾക്ക് കുറെ ചാപ്റ്ററുകൾ പോകാൻ പെട്ടെന്ന് തീരും. കാരണം ഈ ടഫായിട്ടുള്ള ചാപ്റ്റർ നമ്മൾ സമയം എടുത്ത് വേണം ചെയ്യാൻ, പഠിക്കാൻ നന്നായിട്ട് സമയം എടുക്കണം, നന്നായിട്ട് എഴുതി പഠിക്കണം. എഴുതി പഠിക്കുക എന്ന് പറയുന്നതിനപ്പുറം മറ്റൊരു ഇത് ഇതിനകത്തില്ല. എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങി എഴുതി പഠിക്കണം. ഒരു ബുക്ക് ഇതിനു വേണ്ടി എടുക്കണം. നിങ്ങൾക്ക് ഭാവിയിൽ ഏറ്റവും ഫ്യൂച്ചർ ആവാൻ ആ ബുക്കായിരിക്കും ഏറ്റവും സഹായിക്കും. ഒരു ബുക്ക് 1, 2, 3 ബുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പ്ലെയർ കോട്ട് എ ക്രിക്കറ്റ് ബോൾ. ദിസ് ഈസ് എ കീവേഡ്. കോട്ട് എ ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ ക്യാച്ച് പിടിച്ചു അല്ലേ? ക്രിക്കറ്റ് ബോൾ ഓഫ് മാസ് 150 gram moving at the rate of 20 meters second raised to -1. If the catching process is completed in 0.1 second, the force of the blow exerted by the ball on the hands of the player is 0.3 Newton, 30 Newton, 300 Newton, 3000 Newton. ഇവിടൊക്കെ എന്ത് നമ്മൾ ആലോചിക്കുക, നിങ്ങൾ എന്ത് കറക്കി കൊത്തും. കാരണം എന്ത് ബുദ്ധിപരമായിട്ടുള്ള ഏറ്റവും ബ്രെയിനറി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കിട്ടിയത്. നോക്കിയേ, നമുക്ക് M വന്നിട്ടുണ്ട് 150 gram. ഗ്രാമിന് നമുക്ക് കിലോഗ്രാം ആകണമെങ്കിൽ 150 into 10 raised to -3 kilogram. gram is converted into kilogram into 10 raised to -3 kilogram. U എന്ന് പറയുന്നത് 20 meters second raised to -1. U തന്നിട്ടുണ്ട്. T 0.1 seconds. V 0. Why? കോഡ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി ഇല്ല. V എന്ന് പറയുന്നത് 0. നമുക്കറിയാവുന്ന ഇക്വേഷൻ F is equal to M ഉം V ഉം U ഉം 2 ആണെങ്കിൽ M into V minus U by T. M A എന്നുള്ളത് A എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. V minus U by T ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F is equal to 150 into 10 raised to -3 into 0 minus 20 by 0.1. F is equal to 0.15 into 150 എന്ന് പറയുന്നത് 0.15 into 10 raised to -20 divided by 0.1. F is equal to -30 Newton. ഈ ഇതിന് ആൻസറിനകത്ത് മൈനസ് വന്നിട്ടില്ല. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. മൈനസ് വന്നിട്ടില്ല, ആ ഉത്തരം 30 നടക്കണം. അത് നമ്മൾ ഓപ്ഷൻ സ്വീകരിക്കാം. ഇതിനകത്തെ കീവേഡ് എന്ന് പറയുന്നത് എന്തുവാണ്? കോട്ട എന്ന് പറയുന്നതാണ്. അത് നിങ്ങൾ ഒരു ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് കോട്ട എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അത് നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. കോട്ടാണെങ്കിൽ
പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെലോസിറ്റി ഇല്ല, മാക്സിമം ആയിട്ട് റീച്ച്ഡ്, ഫൈനൽ വെലോസിറ്റി 0. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പ്രോബ്ലം ചെയ്യുള്ളൂ. ചെറിയ വാക്കായിരിക്കാം നമ്മളതിനെ തെറ്റിക്കും. ഓക്കെ, പ്രോബ്ലം പോലും ചെയ്യാൻ നമുക്ക് വല്ലതും പറ്റണമെന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യാണ്. കാർ ഓഫ് മാസ് 1000 കിലോഗ്രാം മൂവ്സ് ഇൻ എ സർക്കുലർ ട്രാക്ക്. കാറൊക്കെ ആകുമ്പോഴത്തേന് അതിന്റെ മാസ് 1000 കിലോ ഒക്കെ വരാം, കുഴപ്പമില്ലേ. മൂവ്സ് ഇൻ എ സർക്കുലർ ട്രാക്ക്. ഞാൻ പറഞ്ഞിട്ട് സർക്കുലർ ട്രാക്ക് ഒരു കീവേഡ് തന്നെയാണ്. ബാങ്കിങ് ഓഫ് റോഡ്സിനെ നയിക്കുന്ന ഒരു സാധനമാണ്. ഓഫ് റേഡിയസ് 20 meter. If the coefficient of friction is 0.64, then the maximum velocity with which the car can move is. Option C എന്നതില്ല. നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആദ്യം F is equal to mv²/r, ഇക്വേഷൻ നമ്പർ 1. 2, F is equal, നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. നിങ്ങളുടെ മനസ്സിലും തലയിലും ഒക്കെ രജിസ്റ്റർ ചെയ്യണം. μmg. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് F is equal to μr. ആ ആറിന് വരെ നമ്മൾ mg കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. അന്നേരം F is equal to μmg, ഇക്വേഷൻ നമ്പർ 2. 1 and 2 നോക്കി ഒരു സൈഡ് സെയിം ആണ്. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. mv²/r is equal to μmg. നമുക്ക് m ക്യാൻസൽ ആയി. ഈ മാസ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മൾ മാസ് കൊണ്ടുള്ള ഇക്വേഷനിലേക്ക് വരും എന്നുള്ളത് ആറിന ഇട്ട അധ്യാപകന് ഉണ്ട്. നമ്മൾ അതിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. അന്നേരം v²/r is equal to μg. അതിൽ നിന്ന് v² is equal to r μg. v is equal to √r μg. r എന്ന് പറയുന്നത് 20 മീറ്റർ തന്നെയാണ്. 20 മീറ്റർ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.64 ആണ്. g എന്ന് പറയുന്നത് 9.8 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v is equal to √0.64 × 20 × 9.8 പറയുന്നത് v is equal to 11.2 meter per second. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം എന്താണ്? F is equal to μmg എന്ന ഇക്വേഷൻ രജിസ്റ്റർ ചെയ്യുക. മാസ് തന്നിട്ടുണ്ടെങ്കിൽ മാസ് വെച്ചുള്ള ഇക്വേഷൻ നമ്മളിലേക്ക് തലകുഞ്ഞ് ആലോചിക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ സഹായിക്കും. ഇതൊക്കെ ഓർത്ത് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. A bullet of mass 0.05 kilogram moving with a speed of 80 meter per second entered a wooden block and is stopped. That is one of the keyword. After a distance of 0.40 meter, the average resistive force എപ്പോഴും എന്തിലേ കിട്ടത്തുള്ളൂ? മൈനസ് സൈനിലേ കിട്ടത്തുള്ളൂ. എക്സെപ്റ്റ് ബൈ ദി ബ്ലോക്ക് ഓൺ ദി ബുള്ളറ്റ് ഈസ്. നിങ്ങൾ ഇതിനകത്ത് നോക്കിയേ, 300 ന്യൂട്ടൺ, 20 ന്യൂട്ടൺ, 400 ന്യൂട്ടൺ, 40 ന്യൂട്ടൺ. അതിന് മൈനസ് ഇല്ല. പക്ഷെ നമുക്ക് ഉത്തരം കിട്ടുന്നത് മൈനസ് കിട്ടുന്നത്. ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉള്ള ഫോഴ്സ് ആണ്. അന്നേരം മൈനസിലേ കിട്ടത്തുള്ളൂ. പക്ഷെ ആ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ആ ഡയറക്ഷനിൽ മൈനസ് നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. F is equal to ma. m തന്നിട്ടുണ്ട് 0.40 മീറ്റർ, 0.05 കിലോഗ്രാം. a നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ v² - u² is equal to 2as. അതായത് a is equal to v² - u² / 2s. a is equal to v. വുഡൻ ബ്ലോക്ക് ആൻഡ് ഈ സ്റ്റോപ്പ്. ഒരു ബുള്ളറ്റ് വന്നിട്ട് വുഡൻ ബോർഡ് വന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ വന്ന് തറച്ചു. അന്നേരം b എന്ന് പറയുന്നത് എന്തായി? 0 ആയി. 0² - u². u എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് 80² / 2 × s ന് പകരം 0.40 അല്ലെങ്കിൽ 0.4. a നമുക്ക് കിട്ടും -8000 meter per second square. ഇനി F is equal to ma. m തന്നിട്ടുണ്ട്. F is equal to 0.05 × -8000. നമ്മൾ F is equal to -400 ന്യൂട്ടൺ. മൈനസ് ഇല്ല, പക്ഷെ 400 ഉണ്ട്. അന്നേരം മൈനസ് ഇല്ലാത്തത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഉത്തരത്തിലുണ്ടെങ്കിൽ അത് കയറി എഴുതുക എന്നുള്ളതല്ല. അതാണ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് അവിടെ നെഗറ്റീവിലേ കിട്ടത്തുള്ളൂ. പക്ഷെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. രണ്ടാമത് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോപ്പ്. ഒന്ന് മൂവ് ചെയ്തതിനു ശേഷം പിന്നെ സ്റ്റോപ്പ് ചെയ്തോണ്ട് ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഈ രണ്ട് കാര്യങ്ങളിനകത്ത് ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2 blocks of mass 7 kg and 5 kg are placed on contact with each other on a smooth surface. If a force of 6 Newton applied on a heavier mass, the force on the lighter mass is. Lighter mass ന്റെ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഓപ്ഷൻ 3.5 ന്യൂട്ടൺ, 2.5 ന്യൂട്ടൺ, 7 ന്യൂട്ടൺ, 5 ന്യൂട്ടൺ. നമ്മൾ ആദ്യം എടുക്കേണ്ടത് F is equal to ma. അതിന് A is equal to F/m. രണ്ട് മാസം തന്നിട്ടുണ്ട്. നോക്കിയേ, 7 kg and 5 kg. ഞാൻ ആ ഇക്വേഷൻ ഒന്നും വേരിയേഷൻ വരുന്നത്. A is equal to F/m എന്നുള്ളത് A is equal to F by ടോട്ടൽ ഫോഴ്സ് m1 is equal to m2 is equal to m എന്ന് എടുത്താൽ m ന് വരെ m1 + m2 എന്ന് എടുക്കുക. അന്നേരം എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F എന്ന് പറയുന്നത് 6 ന്യൂട്ടൺ ആണ്. m1 എന്ന് പറയുന്ന ആദ്യത്തെ ഫോഴ്സ് 7 kg ആണ്. m2 എന്ന് പറയുന്നത് 5 kg ആണ്. അന്നേരം A is equal to 6/7 + 5 എന്ന് പറഞ്ഞാൽ A is equal to 6/12. 6/12 എന്ന് പറഞ്ഞാൽ A is equal to 1/2 meter second raised to -2.
ഇവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത് ദി ഫോഴ്സ് ഓൺ ദി ലൈറ്റർ മാസ്. ലൈറ്റർ മാസിനകത്താണ് 7 കിലോഗ്രാമിലും 5 കിലോഗ്രാമിലും മാസ് കുറവുള്ളത്. ഹെവിയർ ആയിട്ടുള്ളത് 7 ആണ്, ലൈറ്റർ ആയിട്ടുള്ളത് 5 കിലോഗ്രാം ആണ്. അവിടുത്തെ എന്ത് കണ്ടുപിടിക്കണം? ഫോഴ്സ് കണ്ടുപിടിക്കണം. അന്നേരം F = ma. F = m വരെ ലൈറ്റർ മാസ് എത്ര? 5. അവിടെ ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഹെവിയർ ആയിരുന്നെങ്കിൽ നമ്മൾ 7 എഴുതിയാണ്. ഇപ്പൊ ലൈറ്റർ ആയതുകൊണ്ട് 5 ഇൻറ്റു ആക്സലറേഷൻ ഇവിടെ കിട്ടിയത് കറക്റ്റ് ആയിരിക്കണം. 5 × 1/2. F = 2.5 ന്യൂട്ടൺ. ആൻസർ 2 is the option. Option 2 is the answer. അന്നേരം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് m1 + m2 F/m1 + f2. വലിയ ബുദ്ധിമുട്ടില്ല. ലൈറ്റർ മാസ് ആണോ ഹെവിയർ മാസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ടും നോട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ ആൻസർ തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകും. അങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടും കാണും. മനസ്സിലായോ? ഇത് ശ്രദ്ധിക്കും. ഇനി പെട്ടെന്ന് 2 സിമ്പിൾ എന്ന് വിചാരിക്കും, പക്ഷെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ. പെട്ടെന്ന് അടുത്ത 2 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോണ്ടാക്ട് ഫോഴ്സ്? ഏത് ഫോഴ്സ് ആണ് അത് കോണ്ടാക്ട് അല്ലാത്തുള്ള ഫോഴ്സ്? വിസ്കസ് ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ്, ഫ്രിക്ഷൻ, മാഗ്നറ്റിക് ഫോഴ്സ്. അതിനുള്ള ആൻസർ ചെയ്തിട്ടുണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. നിങ്ങൾ പഠിച്ചിരിക്കണം കോണ്ടാക്റ്റിൽ വരാത്ത ഫോഴ്സ് ഏതാണ്. കാരണം മാഗ്നറ്റിക് ഫോഴ്സ് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അന്നേരം കോണ്ടാക്റ്റിൽ വരാത്ത ഫോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൽ ബൈഹാർട്ട് ചെയ്തേക്കുക മാഗ്നറ്റിക് ഫോഴ്സ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ്. ഒരു ഡിസ്റ്റൻസിലുള്ള ഫോഴ്സ് ആണ് ഏത്? മാഗ്നറ്റിക് ഫോഴ്സ്. Therefore answer is magnetic force. In a uniform circular motion, the angle between velocity and acceleration. The angle between velocity and acceleration is 0 degree, 45 degree, 60 degree, 90 degree. 90 degree ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ്. അതായത് ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ വെലോസിറ്റിയുടെയും ആക്സലറേഷന്റെയും ആംഗിൾ ചോദിക്കുവാണെങ്കിൽ അത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഇത് രണ്ടും ബൈഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നേരം പഠിച്ചു പോവുക, എഴുതി പഠിക്കുക, പവറായിട്ട് പഠിക്കുക. അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ, സീ യു.